പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 28/1/2020 എൻ്റെ പേര് ആനി ബിജു. ഞാൻ സാക്കിനാക്ക മുംബൈ മേരി മാതാ ചർച്ചാണ് എൻ്റെ ഇടവക. ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഇതെൻ്റെ 6ാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കൽ. ഞാൻ എല്ലാ വർഷവും വരുമ്പോഴും എനിക്കൊരു സാക്ഷ്യം എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് തരാറുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോഴും എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ അമ്മ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കെപ്പോഴും ഒരു സാക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എനിക്ക് ലഭിക്കാറുണ്ട്. അതിന് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച സാക്ഷ്യമാണ് പറയുന്നത്. ഒരിക്കലും എന്നെക്കൊണ്ട് നടക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് കർത്താവ് എനിക്ക് നടത്തി തന്നിരിക്കുന്നത്. ഞങ്ങൾ മുംബൈയിൽ ഞാൻ 2 വർഷം മുമ്പ് ഉടമ്പടി വെച്ച കാര്യമാണ്. പക്ഷേ ഞാൻ മറന്നുപോയി. കാരണം വെച്ചാൽ എനിക്ക് സാധിക്കാത്ത കാര്യമാണ്. അച്ഛൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യം വേണം, പറ്റാത്ത കാര്യം വേണം വെക്കാനെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെറുതെ വെച്ച് പോയതാണ്. പിന്നെ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചില്ല, കാരണം എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ എല്ലാം ചേട്ടൻ പോയി കണ്ട് വീഡിയോ ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിത് എങ്ങനെ വാങ്ങിക്കും? കാരണം ലക്ഷങ്ങളല്ല, കോടികൾ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം ഈശോയോട് മാതാവിനോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നടക്കും. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, ഈശോ നിൻ്റെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട്, കുറച്ച് എനിക്ക് തന്നൊന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? അമ്മേ, ഈശോയോട് പറഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ഞാൻ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനം എടുത്ത് വാങ്ങിക്കാമെന്ന്. അപ്പം 50 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് ഞങ്ങളുടെ കയ്യിലില്ല. ചേട്ടൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ പോയിരുന്നത് ഫ്ലാറ്റ് കാണാൻ. അപ്പോൾ ആളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുവാണ്, ഞങ്ങൾക്ക് അതിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം ആൾ പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞ് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിനക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ക്യാഷുണ്ട്, ഞാനത് നിനക്ക് തരാം, നീ എനിക്കത് 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 1 മാസം കഴിഞ്ഞ് ചേട്ടാ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ്, അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ഓൾട്ടറുണ്ട്, മാതാവിൻ്റെ ഈശോയുടെയൊക്കെ രൂപം ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് പോയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കൊരു 2 മാസത്തേക്ക് അവധി തരണം. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിരുന്നു, അതിൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് വിൽക്കണം. അപ്പം എന്നിട്ട് വേണം അയാൾക്ക് ആ സഹോദരന് കാശ് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 മാസത്തെ അവധി ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആൾ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറയാണ്, എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, മടക്കി തന്നാൽ മതിയെന്നും. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തു. അന്നേരം എൻ്റെ മനസ്സിൽ ആശങ്കയാണ്, ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഈശോയെ നീ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കുന്നുവെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ തോന്നിച്ച്, നിനക്ക് എങ്ങനെ അറിയാമായിരുന്നു ആളുടെ കയ്യിൽ കാശുണ്ടെന്നും ആൾ നിന്നെ സഹായിക്കുമെന്ന് എങ്ങനെ നിനക്കറിയായിരുന്നു? നിൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു ആൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ആളെയും കൂട്ടി ദൈവം ആ ഫ്ലാറ്റ് കാണാൻ നിന്നെ വിട്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ ലോൺ എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇസ്രായേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ബാങ്കിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ ലോൺ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എങ്കിലും മാഡം ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ തരില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു.
അന്നേരവും ഞാൻ പോയി ഇതുപോലെ മുട്ടുകുത്തിന്ന് കൈവരിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോ, നീ എന്നെ സഹായിക്കണം, നാണം കെടുത്തരുത്. നിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നവരെ മറ്റുള്ളവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ നീ സമ്മതിക്കത്തില്ല എന്ന് എനിക്കറിയാം. നിൻ്റെ കൈ ഞാൻ പിടിച്ചിരിക്കുവാണ്, ആ കൈ വിടുവാൻ എന്നെ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മാഡം പിന്നെ പോയി നേരിട്ട് സംസാരിച്ചപ്പം എനിക്ക് അവർ ഓക്കെ പറഞ്ഞ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആനി നിങ്ങൾക്ക് ലോൺ തരാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഉടമ്പടിയിലെ വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അത് അയച്ചു കൊടുത്തത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേഗം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വേഗം ഞങ്ങൾക്ക് നടത്തി തന്നു. അത് പിന്നെ ഒന്നെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾക്ക് ഇനിയും 15 ലക്ഷം രൂപയും കൂടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുത്താലേ അത് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സംസാരിക്കാനായിട്ടും എഗ്രിമെൻ്റ് പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യാനായിട്ട് പോയപ്പം അവർ പറഞ്ഞു 15 ലക്ഷം കൂടെ കൊടുക്കണമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പം തരാനില്ല, 1 മാസം കൂടെ അവധി പറഞ്ഞ്. അപ്പം ഞാൻ അതിനു മുമ്പ് അവിടെ ചെന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ ഒരു നമ്മുടെ ഉടമ്പടി തൈലമായ ഉപ്പ് കൈ പിടിച്ചുകൊണ്ടാണ് ആ മേശപ്പുറത്ത് വിതറിയിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് അവിടെ ഇരുന്നത്. അപ്പം ആൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഓക്കെ സമ്മതിച്ചു, 1 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, പക്ഷേ ഇപ്പം ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടി ഫ്ലാറ്റ്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് അവിടെ യുദ്ധമുണ്ടാകുന്നത്. എയർപോർട്ട് അടച്ചിട്ടിട്ടുള്ള ഒരു യുദ്ധം അന്ന് വരെ ഉണ്ടായിട്ടില്ല. യുദ്ധമുണ്ടെങ്കിലും അതുപോലെ ഭീകരമായിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടേ ഇല്ല. അപ്പം എൻ്റെ എംപ്ലോയറിൻ്റെ ഫാമിലി വിളിച്ചു പറഞ്ഞു, ആനി നിനക്ക് വരാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ഞാനപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ജൂലൈ 2-ാം തീയതി ആയിരുന്നു ടിക്കറ്റ്. അതിനു മുമ്പുള്ള ആരാധനയിൽ സൺഡേയിൽ ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പാസ്പോർട്ട് കാണിച്ച് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ ഡേറ്റിൽ തന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റണം. ഇതിൽ ഞാൻ മുംബൈയിൽ നിന്നാണ് വന്നതെന്ന് ആരാധന കൂടാൻ. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ട്രംപ് ഇതിലിടപെടണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആനി ട്രംപ് ഇടപെട്ടു, യുദ്ധം ഇന്ന് 7:30 അവസാനിക്കുവാന്ന് പറഞ്ഞു. പ്രൈസ്തലോട് ദൈവനാമത്തിന് മഹത്വം. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങൾക്കവിടെ ഒരു ഗ്രൂപ്പുണ്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവരുടെ. അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അലസമായിട്ട് എഴുന്നേക്കാറില്ല, കൂടാറില്ല. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഇപ്പം ഞാനിങ്ങനെ ഓർത്ത് ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ കർത്താവേ എന്താണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പം എൻ്റെ മനസ്സിൽ അന്ന് തോന്നിച്ചതെന്ന് പറഞ്ഞാൽ ഉടമ്പടി മോശയുടെ കയ്യിൽ വടിയാണ് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ അതെന്താ, അതിനെക്കുറിച്ച് നീ എന്താ പറയുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിലാണ് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പുറപ്പാട് വായിക്കാൻ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുതുക്കാൻ വന്നിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ ചിന്തിച്ച് ഞാൻ ബൈബിള് തുറന്നപ്പം പുറപ്പാട് 4 മോശയുടെ കയ്യിലെ വടി. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന കാര്യം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ വടി മോശ കയ്യിലെടുത്ത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കർത്താവിൻ്റെ വാക്ക് പാലിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അതുമൂലം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും. അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ 2024 അച്ഛൻ്റെ ധ്യാനം ഇസ്രായേലിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്കവിടെ യുദ്ധത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ധ്യാനത്തിൻ്റെ ദിവസം പോകുന്ന ദിവസം രാവിലെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മിസൈൽ വന്നു വീണു ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ എനിക്ക് പോകാൻ പറ്റത്തില്ല.
ആയിരിക്കും, ഇവരെന്നെ വിടില്ലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണമേ, എന്നെ ഇവർ വിടണേ. ഞങ്ങൾ പോയി. അന്ന് അവർ ലക്ഷ്യം വെച്ചിരുന്നത് തിബേരിയാസിനെയാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റി. അവിടെ അച്ഛനെ കാണാം എന്നുള്ള ഒരു ഇതിലല്ല, ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടണമെന്നുള്ള ആഗ്രഹത്തിലോടുകൂടിയാണ് പോയത്. അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. കൈവെപ്പ് ശുശ്രൂഷയിൽ അച്ഛനാണെങ്കിൽ എന്നിട്ട് ഞങ്ങൾക്ക് കാശുരൂപം തരുന്ന സമയത്ത് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ കവിളത്ത് തട്ടി ചിരിച്ചു. അപ്പോൾ എനിക്ക് ഈശോ എന്നെ നോക്കി ചിരിക്കുന്ന തൊട്ടാണ് എനിക്ക് തോന്നിയത്. 5 പ്രാവശ്യമാണ് എനിക്ക് അവിടെ വെച്ച് ബ്ലെസ്സിങ് കിട്ടിയത് അച്ഛൻ്റെ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം ഞാനിവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നപ്പോൾ അച്ഛനിവിടെ മുട്ടുകുത്താൻ പറഞ്ഞു. അത് ഞാൻ മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. പക്ഷേ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി, പക്ഷേ അത് ഏത് ലാംഗ്വേജാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വേറൊരു ലാംഗ്വേജിലാണ് ഞാനത് ചൊല്ലി തീർത്തത്. അത് ഞാൻ അച്ഛനെ അന്ന് കണ്ടതെന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ എനിക്കൊരു ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അച്ഛനെ കാണുന്നതിന് മുമ്പ് എനിക്കത് വേദനയും ഇങ്ങനെ സൂചി കുത്തുന്ന തൊട്ട് കുത്തി വലിക്കുന്ന വേദനയുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തിയെന്ന്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം യൂട്യൂബിൽ കൂടെ അച്ഛൻ്റെ ആരാധന കൂടുകയും പിന്നെ ഡെയിലി ബ്രെഡ് കൂടുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പലരെ കൊണ്ടും ഉടമ്പടിയെക്കുറിച്ച് പറയുകയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ച് പറയുക, അവരെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പുറത്തു പോയി എനിക്കവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പം മാസത്തിൽ ഞങ്ങൾ അനാഥാലയങ്ങളിലേക്ക് ഭക്ഷണത്തിനുള്ള ക്യാഷ് ഞാൻ സെൻഡ് ചെയ്യാതെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, രാവിലെയും വൈകുന്നേരവും ഞങ്ങളവിടെ അതിൽ പ്രെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി ഞങ്ങളൊരു ചെറിയ തുക ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പ്രെയർ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാം മെയ് മാസവും ഒക്ടോബർ മാസവും 1001 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇവിടെ ജപമാല റാലി നടക്കുന്ന ദിവസം ഞങ്ങൾ രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ മുറിയാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോപ്പായ്ക്കും ഒരു കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.